വേളാങ്കണ്ണി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കിടന്നുറങ്ങി. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. ഞങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം ഈ വേളാങ്കണ്ണി പോയിക്കൊണ്ടിരുന്നത് ഒരു സ്ട്രോളർ വെച്ചിട്ടാണ്. ഈ ലൂക്കിനെ ഇരുത്തിക്കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തോണ്ട് പോകും. വെയിലത്ത് എടുത്തോണ്ട് ഇത്രയും ദൂരമൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ സ്ട്രോളർ വെച്ചിട്ട് പോകുമ്പോഴാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ കുഞ്ഞിന് വേറെ രീതിയിൽ എന്തോ മാരകമായിട്ടുള്ള അസുഖമുള്ളൊരു കുഞ്ഞ്, ആ രീതിയിലാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നേക്കുക. അന്നൊക്കെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. കുറേ തവണ വേളാങ്കണ്ണി പോയിട്ടുണ്ട്, അതും ഈ സ്ട്രോളറായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യത്തെ ട്രിപ്പ് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അവൻ നടന്ന് ഒറ്റയ്ക്ക് സ്ട്രോളറിൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ നമ്മുടെ ചെറിയൊരു സപ്പോർട്ട് മാത്രം മതി അവൻ നടക്കാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് എത്തി. അങ്ങനെ റൂമൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടി. തൊട്ടടുത്ത് തന്നെ ഫുഡ്, അതായത് കേരള ഫുഡ് കിട്ടുന്ന ഒരു കട കിട്ടി. അവർ കുറച്ച് ചേട്ടന്മാർ കൂടി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. നമ്മളവിടെ വെച്ച് സമയം കളയുന്നതിനെക്കാട്ടി നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നിന്നു. പിന്നെ ഇടയ്ക്ക് ചായ കുടി സമയത്തൊക്കെ നമ്മൾ ശരവണ ഭവനിലാണ് പോയി ഫുഡൊക്കെ കഴിക്കുക. കുറച്ചധികം നേർച്ചകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നേർച്ചകളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് പോയത്. ഡിനുവിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് ഹാപ്പി ആയിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ പോയത്. ഒക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് അവിടെ കൂടെ നടന്നത്. ഈ വഴിയിലൊക്കെ കൂടെ ഞാനും ഡിനും എൻ്റെ പപ്പയും അമ്മയൊക്കെ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു പോയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് കുറേ ആൾക്കാർ വന്ന് ചോദിക്കും. നമുക്ക് കുഞ്ഞിങ്ങനെ ആയതിലല്ല വിഷമം, പക്ഷെ നമ്മൾ അറിയാത്തവർ നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് ചോദിക്കും കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാനസികമായിട്ട് ഒത്തിരി തളർന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ആളുകൾ മാറി നിന്ന് നമ്മളെ സഹതാപത്തോടെയൊക്കെ നോക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും വല്ലാത്തൊരവസ്ഥയാണത്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു റിലീഫാണ് ഈ ലൂക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കിട്ടിയത്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇത്ര വരെയൊക്കെ എത്തിയത്.